ഹായ് മക്കളെ, നമസ്കാരം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയ്ക്ക്, കേരള പാഠാവലി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പെരുന്തച്ചൻ എന്ന പാഠഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. 2-3 മിനിറ്റിനുള്ളിൽ ഈ ചോദ്യം എന്തായി കളയണം, സെറ്റാക്കി കളയണം. ഓക്കെ, ചോദ്യം നോക്കുക. ചുവടെ കൊടുത്ത വരികൾ വിശകലനം ചെയ്യുക. 1000 മണിയുടെ നാവ് പൊത്തിയിടാം, ഒറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങാം, കിഴവനെ താങ്ങുമായിരുന്ന കൈ വിതുമ്പി പെരുന്തച്ചൻ. എൻ കരം തോറ്റാൽ എന്താണ്, എൻ മകൻ ജയിക്കുമ്പോൾ, എൻ കണ്ണിൽ ഉണ്ണിക്കേലും പുകളൻ പുകളല്ലേ. സെറ്റാണല്ലോ. ഉത്തരം നോക്കുക. 1000 മണിയുടെ നാവ് പൊത്താൻ ആർക്കും കഴിഞ്ഞെന്ന് വരാം, എന്നാൽ ഒരു മനുഷ്യൻ്റെ നാവ് പോലും കെട്ടി നിർത്താനാവില്ല. അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും നടത്താൻ മനുഷ്യ മനസ്സുകൾക്കുള്ള പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പെരുന്തച്ചൻ മകനെ ഉളിയെറിഞ്ഞു കൊന്നു എന്ന് നാടാകെ അപഖ്യാതി പരന്നതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. തച്ചൻ്റെ ഭാര്യയായ നാനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കൈകൾ നിരങ്ങി നീങ്ങുന്ന തന്നെ താങ്ങുമായിരുന്നുവെന്ന് തച്ചൻ വിഷാദിക്കുന്നു. ഭാര്യയുടെ അനാരോഗ്യവും പെരുന്തച്ചനെ കൂടുതൽ വിഷാദിപ്പിക്കുന്നു. ഭർത്താവിൻ്റെ ദുഃഖത്തിൽ ആശ്വാസം പകരാൻ ഭാര്യയ്ക്ക് കഴിയും, എന്നാൽ തച്ചനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശ്വാസവും ലഭിക്കുന്നില്ല. താൻ തോറ്റാലും തൻ്റെ മകൻ ജയിക്കുകയും കീർത്തി നേടുകയും ചെയ്യുമ്പോൾ അത് തൻ്റെ കൂടി കീർത്തിയായിട്ടാണ് ഒരു പിതാവ് കരുതുക. മകൻ്റെ നേട്ടങ്ങളിൽ ഏതൊരച്ഛനും അഭിമാനം തോന്നുക എന്ന ആശയമാണ് ഈ വരികളിലുള്ളത്. സെറ്റാണോ? ഒറ്റ തവണ കൂടി കേൾക്കുക. 1000 മണിയുടെ നാവ് പൊത്താൻ ആർക്കും കഴിഞ്ഞെന്ന് വരാം, എന്നാൽ ഒരു മനുഷ്യൻ്റെ നാവ് പോലും കെട്ടി നിർത്താനാവില്ല. അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും നടത്താൻ മനുഷ്യ മനസ്സുകൾക്കുള്ള പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പെരുന്തച്ചൻ മകനെ ഉളിയെറിഞ്ഞു കൊന്നു എന്ന് നാടാകെ അപഖ്യാതി പരന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തച്ചൻ്റെ ഭാര്യയായ നാനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കൈകൾ നിരങ്ങി നീങ്ങുന്ന തന്നെ താങ്ങുമായിരുന്നു എന്ന് തച്ചൻ വിഷാദിക്കുന്നു. ഭാര്യയുടെ അനാരോഗ്യവും പെരുന്തച്ചനെ കൂടുതൽ വിഷാദിപ്പിക്കുന്നു. ഭർത്താവിൻ്റെ ദുഃഖത്തിൽ ആശ്വാസം പകരാൻ ഭാര്യയ്ക്ക് കഴിയും, എന്നാൽ തച്ചനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശ്വാസവും ലഭിക്കുന്നില്ല. താൻ തോറ്റാലും തൻ്റെ മകൻ ജയിക്കുകയും കീർത്തി നേടുകയും ചെയ്യുമ്പോൾ അത് തൻ്റെ കൂടി കീർത്തിയായിട്ടാണ് ഒരു പിതാവ് കരുതുക. മകൻ്റെ നേട്ടങ്ങളിൽ ഏതൊരച്ഛനും അഭിമാനം തോന്നുക എന്ന ആശയമാണ് ഈ വരികളിലുള്ളത്. ഓക്കെ മക്കളെ, ഒരു 2 തവണ ചോദ്യോത്തരവും കേൾക്കുക, അത് സെറ്റായിരിക്കും, പിന്നെ മറന്നു പോകില്ല. ഓക്കെ, താങ്ക് യു.